ശബരിമല അയ്യപ്പ സന്നിധാനത്തിന്റെ പരിശുദ്ധിയും ഭക്തലക്ഷങ്ങളുടെ വിശ്വാസത്തെയും ഒരേ സമയം വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തുവന്ന സ്വർണ്ണക്കവർച്ചാ വിവരങ്ങൾ കേരളക്കരയെ ഒട്ടാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. കലിയുഗവരദനായ ശബരിമല അയ്യപ്പന്റെ ശ്രീകോവിലിനുള്ളിലെ തങ്കപ്പാളികളിൽ നിന്നും കട്ടിളപ്പാളികളിൽ നിന്നും തിരുനടയ്ക്ക് കാവൽ നിൽക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന അമൂല്യമായ സ്വർണം അതിസമർത്ഥമായി ചോർത്തിയെടുത്തു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനായി തട്ടിപ്പുകാർ ഉപയോഗിച്ചത് സാധാരണ കള്ളന്മാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള അത്യാധുനിക രാസതന്ത്ര വിദ്യകളാണ്. സാധാരണ ഈ വിപണിയിലും വ്യവസായശാലകളിലും ലോഹങ്ങളിൽ നിന്നും മറ്റും സ്വർണം വേർതിരിച്ചെടുക്കാൻ സയനൈഡ് അടങ്ങിയ രാസമിശ്രിതങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ സയനൈഡ് അത്യധികം മാരകമായ വിഷവസ്തുവായതിനാലും വിപണിയിൽ ഇതിന്റെ കൈമാറ്റത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർശനമായ നിയന്ത്രണങ്ങളും ലൈസൻസിംഗ് സംവിധാനങ്ങളും ഉള്ളതിനാൽ ഈ വഴി തിരഞ്ഞെടുക്കുന്നത് തട്ടിപ്പ് എളുപ്പത്തിൽ പുറത്താകാൻ കാരണമാകുമെന്ന് പ്രതികൾ മുൻകൂട്ടി കണ്ടിരുന്നു. ഇതിന് പകരമായാണ് അവർ അതീവ രഹസ്യവും ചെലവേറിയതുമായ മറ്റൊരു രാസവിദ്യ അവലംബിച്ചത്. മുംബൈയിലെ പ്രമുഖ കെമിക്കൽ മാർക്കറ്റിൽ നിന്നും അതീവ രഹസ്യമായാണ് സ്മാർട്ട് ക്രിയേഷൻസ് അധികൃതർ ഈ പ്രത്യേക കെമിക്കൽ മിശ്രിതം വാങ്ങിയത്. വ്യവസായ ആവശ്യങ്ങൾക്ക് മാത്രം നൽകാറുള്ള പൊട്ടാസ്യം അയണൈഡിന്റെയും അയഡിന്റെയും ഒരു പ്രത്യേക അനുപാതത്തിലുള്ള മിശ്രിതമാണ് ഇതിനായി ഉപയോഗിച്ചത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന്റെ അതീവ സുരക്ഷിതമായ ലബോറട്ടറിയിലാണ് ഈ പ്രക്രിയ നടന്നത്. വലിയ പ്ലാസ്റ്റിക് ടപ്പുകളിൽ വെള്ളം നിറച്ച ശേഷം അതിലേക്ക് ഈ പൊട്ടാസ്യം അയണൈഡ് അയഡിൻ മിശ്രിതം കൃത്യമായ അളവിൽ ചേർത്ത് ശക്തമായ രാസലായനി തയ്യാറാക്കുന്നു. സന്നിധാനത്ത് നിന്നും നവീകരണത്തിൽ തന്നെ പേരിൽ ഇളക്കിക്കൊണ്ടുവന്ന കോടിക്കണക്കിന് രൂപയുടെ തങ്കപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളും ഈ ലായനിയിലേക്ക് ഇറക്കി വെക്കുന്നു. നിശ്ചിത മണിക്കൂർ കഴിയുമ്പോൾ ഈ അയണൈഡ് ലായനിയുടെ തീവ്രമായ രാസപ്രവർത്തനം കാരണം ചെമ്പുപാളികൾക്ക് മുകളിൽ ഉറപ്പിച്ചു നിർത്തിയിരുന്ന സ്വർണ്ണത്തരികൾ ഒട്ടും നഷ്ടപ്പെടാതെ ഇളക്കി വെള്ളത്തിലേക്ക് പൂർണ്ണമായും ലയിച്ചു ചേരുന്നു. രാസപ്രവർത്തനം പൂർത്തിയാക്കുമ്പോൾ സ്വർണം മുഴുവൻ നഷ്ടപ്പെട്ട വെറും ചെമ്പുപാളികൾ മാത്രമായിരിക്കും ടബിന്റെ അടിയിൽ അവശേഷിക്കുക. വിലപിടിപ്പുള്ള സ്വർണ്ണക്കണികൾ മുഴുവൻ ആ ദ്രാവകത്തിൽ രാസപരമായി ലയിച്ചു കിടക്കും. ലായനിൽ ദ്രാവരൂപത്തിൽ അല്ലെങ്കിൽ അയൺ രൂപത്തിൽ കിടക്കുന്ന സ്വർണത്തെ വീണ്ടും പഴയതുപോലെ മാറ്റുകൂട്ടാതെ തങ്കക്കട്ടികളാക്കി മാറ്റുക എന്നതായിരുന്നു അടുത്ത വെല്ലുവിളി. ഇതിനായി ഇവർ പ്രത്യേക റൈസ്യൂഡിംഗ് ഏജന്റ് ഉപയോഗിച്ചു. സോഡിയം സൾഫേറ്റ് എന്ന രാസവസ്തുവാണ് ഈ പ്രക്രിയയ്ക്കായി തട്ടിപ്പുകാർ തിരഞ്ഞെടുത്തത്. അയണൈഡ് സ്വർണ്ണ ലായനിയിലേക്ക് കൃത്യമായ അളവിൽ സോഡിയം സൾഫേറ്റ് ചേർക്കുമ്പോൾ ലായനിയിൽ ലയിച്ചു കിടക്കുന്ന സ്വർണ്ണ ആറ്റങ്ങൾ തമ്മിൽ വേർപെടുകയും അവ പരസ്പരം ആകർഷിച്ച് ടബിന്റെ അടിത്തട്ടിൽ കട്ടിയുള്ള തനി തങ്കമായി രൂപപ്പെട്ട് അടിയാൻ തുടങ്ങുകയും ചെയ്യും. ഇത്തരത്തിൽ അടിഞ്ഞുകൂടുന്ന സ്വർണ്ണപ്പൊടി ശേഖരിച്ച് ഉയർന്ന താപനിലയിൽ ഉരുക്കിയെടുക്കുന്നതോടെ യാതൊരുവിധ നഷ്ടവുമില്ലാതെ പൂർണ്ണമായ അളവിൽ തങ്കക്കട്ടികൾ തട്ടിപ്പുകാർക്ക് ലഭ്യമായി. തമിഴ്നാട്ടിലെ ഈ സ്ഥാപനത്തിൽ വെച്ച് എല്ലാ പാളികളിൽ നിന്നും ഒരേ സമയം സ്വർണം മാറ്റാൻ ഇവർ മുതിർന്നില്ല എന്നത് ഇവരുടെ ആസൂത്രണ മികവിനെ കാണിക്കുന്നു. പെട്ടെന്ന് ആർക്കും സംശയം തോന്നാതിരിക്കാൻ ചില പ്രധാന ഭാഗങ്ങളിലെ സ്വർണം മാത്രം രാസലായനിയിൽ മുക്കി മാറ്റുകയും മാറ്റാത്ത ബാക്കി ഭാഗങ്ങൾ വെറുതെ പോളിഷ് ചെയ്ത് തിളക്കം കൂട്ടുകയുമാണ് ഇവർ ചെയ്തത്. രാസലായനി ഉപയോഗിച്ച് തങ്കം മുഴുവൻ എടുത്തു മാറ്റിയ ശേഷം തിരികെ ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നതിനായി വളരെ കുറഞ്ഞ അളവിലുള്ള സ്വർണം മാത്രം ഉപയോഗിച്ച് മുകളിൽ വീണ്ടും പൂശുകയായിരുന്നു. ഉപരിതലത്തിൽ സ്വർണ്ണ നിറം കൃത്യമായി നിലനിൽക്കുമെന്നതിനാലും ലായനിൽ മുക്കിയെടുത്ത ചെമ്പ് പാളികൾക്ക് കേടുപാടുകൾ വരാത്തതിനാലും നഗ്നേന്ദ്രങ്ങൾ കൊണ്ട് നോക്കിയാൽ ഈ വൻ തട്ടിപ്പ് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് പ്രമുഖ വ്യവസായിയായിരുന്ന വിജയ് മല്യ ശബരിമലയിലെ ചെമ്പ് പാളികളിൽ പൊതിഞ്ഞു നൽകിയ വലിയൊരളവ് സ്വർണമാണ് ഈ രീതിയിൽ ലായനിയിൽ മുക്കിയ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ മാറ്റിയെടുത്തെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. കാലപ്പഴക്കം ചെന്ന പാളികൾ മിനുക്കാനും കേടുപാടുകൾ തീർക്കുമെന്ന വ്യാജേനയാണ് ഇവ ചെന്നൈയിലെ ലബോറട്ടറിയിലേക്ക് മാറ്റിയത്. തുടർന്ന് കഴിഞ്ഞ വർഷം വീണ്ടും ദ്വാരപാലക ശില്പങ്ങൾ നവീകരണത്തിനെന്ന പേരിൽ ചെന്നൈയിലേക്ക് കടത്തിയപ്പോഴും ഇതേ അയഡൈഡ് പ്രക്രിയ തന്നെയാണ് സ്വർണം വേർതിരിക്കാൻ ഉപയോഗിച്ചതെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. ഭക്തരുടെ കണ്ണിൽ പൊടിയിട്ട് വർഷങ്ങളായി തുടർച്ചയായി നടന്ന വലിയൊരു സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ വർഷം അതീവ രഹസ്യമായി സന്നിധാനത്ത് നിന്നും ഈ പാളികൾ ചെന്നൈയിലേക്ക് കടത്തിയപ്പോഴാണ് ഇത്രയും കാലം മൂടിവെച്ചിരുന്ന ഈ മഹാക്കൊള്ളയുടെ വിവരങ്ങൾ പുറം ലോകം അറിയുന്നതും. അന്ന് ഈ നിയമവിരുദ്ധമായ നീക്കത്തെക്കുറിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിച്ചു. തുടർന്ന് കൺസ്ട്രക്ഷൻ പാളികൾ എത്രയും വേഗം സന്നിധാനത്തേക്ക് തിരികെ എത്തിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു. എന്നാൽ കോടതിയുടെ കർശനമായ ഉത്തരവ് വരുന്നതിന് മുൻപ് തന്നെ തട്ടിപ്പുകാർ തങ്ങളുടെ ലക്ഷ്യം കണ്ടിരുന്നുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഉത്തരവ് വരുന്നതിന് തൊട്ടു മുൻപുള്ള മണിക്കൂറുകളിൽ പാളികൾ മുഴുവൻ അയണൈഡ് മിശ്രിതത്തിൽ മുക്കി സ്വർണം വേർതിരിച്ചെടുത്തിരുന്നു. കോടതി നിർദ്ദേശപ്രകാരം തിടുക്കത്തിൽ പാളികൾ തിരികെ എത്തിച്ചെങ്കിലും അതിലുണ്ടായിരുന്ന സ്വർണം മുഴുവൻ ചെന്നൈയിലെ ലായനിയിൽ ലയിച്ചു കഴിഞ്ഞിരുന്നുവെന്ന വിവരം അന്ന് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചു. നവീകരണത്തിന്റെ മറവിൽ ശ്രീകോവിലിനുള്ളിലെ സ്വർണം ശാസ്ത്രീയമായി മോഷ്ടിക്കാൻ ബോർഡിലെ തന്നെ ചില ഉന്നതരും ചെന്നൈയിലെ ലോബി ഒത്തുകളിച്ചതായാണ് സൂചനകൾ. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ വെച്ച്
നടന്ന ഈ ശാസ്ത്രീയ കൊള്ളയുടെ കെമിക്കൽ സാമ്പിളുകളും ശ്രീകോവിലിൽ നിന്നും തിരികെ എത്തിച്ച പാളികളുടെ അവശിഷ്ടങ്ങളും ഇപ്പോൾ ജംഷഡ്പൂരിലെ പ്രശസ്തമായ നാഷണൽ മെറ്റലർജിക്കൽ ലാബിലേക്ക് വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ഈ ശാസ്ത്രീയ പരിശോധനയിലൂടെ നിരവധി കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ സാധിക്കും. പാളികളിൽ മുൻപുണ്ടായിരുന്ന സ്വർണത്തിന്റെ യഥാർത്ഥ അളവിൽ നിലവിലുള്ള അളവും തമ്മിലുള്ള വ്യത്യാസം, സ്വർണം ഇളക്കി മാറ്റാൻ ഉപയോഗിച്ച രാസവസ്തുക്കളുടെ അംശങ്ങൾ പാളികളിൽ അവശേഷിക്കുന്നുണ്ടോ എന്നത്, നിലവിൽ മുകളിൽ അടിച്ചിരിക്കുന്ന സ്വർണ്ണപ്പൂശിന്റെ ആഴവും അതിന്റെ പഴക്കവും. വരും ദിവസങ്ങളിൽ ഈ രാസപരിശോധന ഫലങ്ങൾ പുറത്തു വരുന്നതോടെ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. ആധുനിക രാസതന്ത്രത്തിന്റെ മറവിൽ അയ്യപ്പന്റെ തങ്ക തിടമ്പുകളിലും ശ്രീകോവിലും കൈയിട്ട വൻ സ്രാവുകളിലേക്ക് അന്വേഷണം നീളുകയാണ്. സന്നിധാനത്തെ സ്ട്രോങ് റൂമുകളിലെ അഴിമതികൾക്ക് പുറമെ ശ്രീകോവിലിനുള്ളിലെ തന്നെ നടന്ന ഈ സ്വർണ്ണ വേർതിരിക്കൽ തട്ടിപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്നതും ഉറപ്പാണ്.